നമ്മളിനി നേരെ പോകുന്നത് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്കാണ്. അപ്പോൾ പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടാകും. ISL മത്സരം നടക്കാൻ പോവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ജീവൻ മരണ പോരാട്ടമാണ്. ഇന്ന് ജയിക്കാനായില്ല എങ്കിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താകും. രാത്രി 7:30 കൊച്ചിയിൽ നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ FC ആണ് എതിരാളികൾ. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസ്തേവ് ചേരുകയാണ്. അനിൽ, ഈ പറഞ്ഞതുപോലെ തന്നെ ജീവൻ മരണ പോരാട്ടമാണ്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചത് എത്രത്തോളം ഒരു ആത്മവിശ്വാസമുണ്ട് ഈ മത്സരത്തിൽ? പ്രവിത പറഞ്ഞതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജീവൻ നിലനിർത്താനുള്ള ഒരു പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ നിലവിൽ തന്നെ ഏറെക്കുറെ പുറത്തായ മട്ടാണ്. ഇപ്പോഴും സാങ്കേതികമായി ഈ പോയിന്റ് ടേബിളിൽ ക്വാളിഫിക്കേഷൻ സാധ്യതകൾ തുറന്നു കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതും ശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ ജയിച്ച് മറ്റു ടീമുകൾ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്താൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സാധ്യതകളോ അതിനും മഹാത്ഭുതങ്ങൾ തന്നെ സംഭവിക്കേണ്ടി വരും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യതകൾ അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവാൻ വുക്കോമനോവിച്ച് കീഴിൽ കഴിഞ്ഞ 3 സീസണിലും പ്ലേ ഓഫ് കളിച്ച ടീമാണ്. നമുക്ക് കപ്പടിക്കാനായില്ലെങ്കിൽ പോലും തുടർച്ചയായ 3 സീസണിലൊക്കെ തന്നെ പ്ലേ ഓഫിലെത്തുന്നു എന്നുള്ളൊരു സന്തോഷമെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അതുകൂടി ഇല്ലാത്ത അവസ്ഥയാണ്. ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം സീസണാണ് ഇപ്പോൾ പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം എന്നോണം ഇപ്പോൾ കളി കാണാനും ആരുമില്ലാത്ത ഒരവസ്ഥയാണ്. ഒരുപക്ഷെ പണ്ടൊക്കെ 3 മണിക്കോ ഇല്ലെങ്കിൽ ഉച്ചമൊക്കെയൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയുള്ള സ്ഥലമാണ് കലൂർ സ്റ്റേഡിയത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരുപക്ഷെ മത്സര പിറ്റേന്നോ അല്ലെങ്കിൽ മത്സരത്തിൻ്റെ തലേന്നോ കാണുന്ന ഒരു കാഴ്ച പോലെയാണ്. ഒട്ടും തന്നെ ആരാധകരില്ല. മഞ്ഞപ്പടയാവട്ടെ മറ്റ് ആരാധക കൂട്ടായ്മകളാവട്ടെ ആരും തന്നെ ഇല്ലാത്ത അവസ്ഥ. നമുക്ക് വിരലിൽ എണ്ണിയെടുക്കാം എന്ന തരത്തിലാണ് ചില ആരാധകരെയൊക്കെ കാണാൻ പറ്റുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയാൽ ഈ പറഞ്ഞ പോലെ 1, 2, 3, 4 അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 പേർ, അങ്ങനെ ആകെ ശോകം എന്നേ പറയാനുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാധകരും കൈവിട്ടു എന്നുള്ളതാണ്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായ ആ തർക്കവും അത് തീർന്ന് ഏറെക്കുറെ റെഡിയായി വരികയായിരുന്നു. അപ്പോഴാണ് ഈ കൂട്ടത്തോൽവി, അതോടുകൂടി എല്ലാം അവസാനിച്ചു. ഒരു ആരാധകനെ കഷ്ടിച്ച് അങ്ങ് കിട്ടിയിട്ടുണ്ട്. ഇത്തവണ ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ആരാധകരുടെ ആലാണ് ഇപ്പോൾ ഓർക്കുക. സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചു. ഇനി സാങ്കേതികമായി തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആരാധകരും കൈവിടുന്ന കാഴ്ച. ആരാധകരില്ല എന്ന് വേണം പറയാനായിട്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ സമയത്ത് 5:30 മണിയായി. ഇവിടെ ശരിക്കും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്രൗണ്ടായിരുന്നത്. ചരിത്രത്തിൽ 11 വർഷമായിട്ട് ഇത് മുമ്പ് കളി തോൽവി ഒരുപാടുണ്ടായിട്ട് പോലും ഇത്രയും കാണികളില്ലാത്തൊരു കളി ഈ കളിയാണെന്ന് വേണം പറയാനായിട്ട്. ഭയങ്കര സങ്കടമുണ്ടെങ്കിലും ഭയങ്കര പരിതാപകരമാണ്. മാനേജ്മെൻറ്റിൻ്റെ വീഴ്ച തന്നെയെന്ന് വേണം പറയാനായിട്ട്. അല്ലാണ്ട് ഇപ്പോൾ എന്ത് പറയാനാ? ഇനിയിപ്പോൾ നമ്മൾ പറയും അടുത്ത വർഷം കാണാം. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ സമാധാനിക്കുന്നത് അടുത്ത വർഷം നമുക്ക് പ്രയത്നിക്കാം, കപ്പടിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇത്രയും ആരാധകരുള്ളൊരു ക്ലബ്ബ് വേറെ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ആ ക്ലബിനാണ് ഈ അവസ്ഥ. ക്ലബിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഭയങ്കര പരിതാപകരമാണ്. സങ്കടപ്പെട്ട് തന്നെയാണ് കാര്യം പറയാം. മനസ്സിൽ വിഷമം തട്ടി തന്നെ പറയണത്. കാരണം ഈ പരുവത്തിലാക്കിയത് ഇതിന് ഉത്തരവാദി ആരാന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ വെളിപ്പെടുത്തുന്നില്ലെങ്കിലും തിങ്ങി നിറഞ്ഞു നിന്നൊരു സ്റ്റേഡിയമാണ്. മറ്റുള്ള ക്ലബ്ബുകാർക്ക് ഭയങ്കര അസൂയോടുകൂടി നമ്മുടെ ക്ലബിനെ. ശരിയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ മറ്റുള്ള ക്ലബ്ബുകൾക്ക് വലിയ അസൂയ തോന്നുന്ന പോലെയുള്ള ആരാധകർ, അവിടേക്ക് മഞ്ഞ കടൽ ഇങ്ങനെ ഒഴുകുമായിരുന്നു. അത്ര അധികം ആളുകൾ എത്തിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേഡിയമായിരുന്നു ഈ മത്സര സമയത്ത്. പക്ഷേ ഇതിപ്പോൾ കാണാനായിട്ട് ആളുകളില്ല എന്നുള്ളത്. ഇപ്പം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ഓക്സിജൻ പോലെയായിരുന്നു ഈ ആരാധകർ. അതുകൂടിയും ഇല്ലാതാകുന്ന ഒരു സാഹചര്യം അത് എങ്ങനെയാകും എന്നുള്ളത് അറിയില്ല. മാത്രമല്ല, കൊച്ചി മെട്രോ ഇപ്പോൾ സർവീസ് നീട്ടിയിട്ടുണ്ടായിരുന്നു ഈ മത്സരമായിട്ട് ബന്ധപ്പെട്ടെ. പക്ഷെ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നു. 11 മണി വരെയാണ് കൊച്ചി മെട്രോ ഇന്ന് സർവീസ് നടത്തുക. അദ്ദേഹത്തിന് നിരാശയുണ്ട്. പക്ഷെ ഇത്രയും ആരാധകരുണ്ടായിരുന്ന ഒരു ടീമാണ്. എന്താണ് ഇത് സംഭവിക്കുന്നത്? പലതരത്തിലുള്ള കെടുകാര്യസ്ഥത. അതായത് ഒരു ക്ലബിനെ ആണെങ്കിലും ഒരു സ്ഥാപനത്തിനെ ആണെങ്കിലും എങ്ങനെ നശിപ്പിച്ചെടുക്കാമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം. മാനേജ്മെന്റുമായിട്ടുള്ള പ്രശ്നം, അത് അതോടൊപ്പം തന്നെ കോച്ചിനെ പുറത്താക്കിയത്, എല്ലാം ആരാധകർക്ക് ഒരുപാട് പരാതികൾ പറയാണ്ട്. ഇതിന് മുന്നേ ഒരു മത്സരത്തിന് നമ്മളിത് സമാനമായ രീതിയിൽ തത്സമയ വിവരങ്ങൾ നൽകിയപ്പോൾ തന്നെ അവിടെ ഈ മഞ്ഞപ്പട എത്തുകയും അപ്പോൾ അവര് ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രതികരണം നടത്തുകയൊക്കെ ചെയ്തതാണ്. നമ്മുടെ അനിലും അവിടെ ഒറ്റയ്ക്ക് നാഗ്പൂരിൽ പോയി കുറെ ഊർജ്ജമൊക്കെ സംഭരിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷെ ഇപ്പോ അതൊക്കെ പോയി ഒരു നിരാശ. അനിൽ തുടരുന്നുണ്ടല്ലോ. അനിലേ, ഞങ്ങളിപ്പോ പറഞ്ഞതൊക്കെ അനിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇങ്ങനെ ഒരു അവസ്ഥ ബ്ലാസ്റ്റേഴ്സിന് വരും നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല.
തീർച്ചയായും. കാര്യം എന്താ വെച്ചാൽ നേരത്തെയൊക്കെ ഇവിടെ വരുമ്പോൾ മാധ്യമങ്ങൾ തന്നെ വലിയൊരു പടയുണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകളാവട്ടെ, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ മോഹൻ ബഗാൻ്റെയൊക്കെ കളി കാണാൻ അവിടുത്തെ മാധ്യമപ്രവർത്തകരൊക്കെ ഇവിടെ വന്ന് കണ്ട്. സത്യത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം. ഒരുപക്ഷെ മൈക്കൊക്കെ ആയിട്ട് ഞാനൊക്കെ ഇങ്ങനെ വന്ന് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത തരത്തിൽ ആളുകൾ വന്ന് പൊതിയുന്ന ഘട്ടങ്ങൾ ഓരോ തവണയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതില്ല എന്നുള്ളതാണ്. ഒരു വേറെ തരത്തിൽ ഈ പറഞ്ഞ കളിയെക്കുറിച്ച് പറയാനും അതിൻ്റെ സ്റ്റാറ്റ്സിനെ കുറിച്ച് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നിരുന്നാൽ പോലും ഈ ആരാധകർ വന്ന് അവരുടെ പ്രതികരണമൊക്കെ എടുക്കുമ്പോഴാണല്ലോ നമുക്കൊരു രസം. പക്ഷേ ഇന്ന് അതില്ല എന്നുള്ളതാണ്. ഈ ഒറ്റപ്പെട്ട കുറച്ച് ആളുകളുണ്ട് എന്നതിനപ്പുറത്ത് ഒന്നുമില്ലാത്ത അവസ്ഥ. ഈ പറഞ്ഞതുപോലെ തന്നെ ടീമിൻ്റെ മോശം പ്രകടനം, മാനേജ്മെൻറ്റുമായിട്ടുള്ള തർക്കം, ഏറ്റവും ഒരു നല്ല പ്ലേയേഴ്സിനെ ഈ സീസണിൽ എത്തിക്കാത്തതും ഒക്കെ തന്നെ പല കാരണങ്ങളായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ 21 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ വെറും 24 പോയിൻ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. 11 മത്സരങ്ങളിൽ തോറ്റു, 7 മത്സരങ്ങളിലാണ് ജയിക്കാനായത്. ഇപ്പോൾ നിലവിൽ 9ാം സ്ഥാനത്താണ്. ഇനി ആ ടോപ്പ് 6 ടീംസിനാണ് ഈ പ്ലേ ഓഫിലേക്ക് മുന്നേറാൻ സാധിക്കുക. അതിലേക്ക് കടക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇനി ശേഷിക്കുന്ന 3 മത്സരങ്ങൾ ജയിക്കണം. പക്ഷേ ഒട്ടും എളുപ്പമല്ല. ജംഷഡ്പൂരാണ് ഇന്നത്തെ എതിരാളികൾ. അവരായിട്ട് ഓൾറെഡി പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞു. അടുത്ത മത്സരം വരാതിരിക്കുന്നത് മുംബൈ ആണ്. അവർ നിലവിലെ ചാമ്പ്യന്മാരാണ്. അടുവിൽ ഹൈദരാബാദിനെതിരെയാണ് മത്സരം. അങ്ങനെ ഈ 3 മത്സരം ജയിക്കുക പോലും എന്ന് ഒട്ടും ഉറപ്പില്ലാത്ത അവസ്ഥ. ഒരുപക്ഷെ പ്രവിധ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ടീമിൻ്റെ ഓക്സിജൻ ആരാധകരാണ്. അവരെ കൊണ്ടാണ് ഈ ക്ലബ്ബ് അറിയപ്പെട്ടത്. ഒരുപക്ഷെ അടുത്ത ഫിയാഗോ കപ്പ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ വോട്ടിംഗ് ഉണ്ടായിരുന്നു. അതിൽ ബൊറൂസിയ ഡോർട്ട്മണ്ട് എന്ന് പറയുന്ന ജർമ്മനിയിലെ ലോകത്തെ ഏറ്റവും മികച്ച ആരാധക കൂട്ടായ്മയുള്ള ഒരു ക്ലബിനെ തോൽപ്പിച്ചുകൊണ്ട് ഈ ആരാധകരുടെ വോട്ടിങ്ങിൻ്റെ ബലത്തിൽ ഒരു കിരീടം കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുണ്ട്. അങ്ങനെ ആരാധകരാൽ പൊതിയുന്ന, ആരാധകരാൽ നിറയുന്ന ഒരു ഗാലറിയും സ്റ്റേഡിയം ഒക്കെ തന്നെ ഇന്ന് ശൂന്യമാകും. ഞാൻ വന്നപ്പോൾ ഒരു ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഇന്ന് എത്ര ടിക്കറ്റ് വിറ്റുപോയിണ്ടാവും. എനിക്കറിയില്ല, ഒരു 2000 ടിക്കറ്റ് വിറ്റുപോയാൽ അത്രയും ആയി എന്നേ പറയാം. എന്തായാലും വലിയ സങ്കടമുണ്ട്. എന്നാലും വരും സീസണിലെങ്കിലും ഈ കപ്പടിക്കലും കലിപ്പടിക്കലൊക്കെ നടക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ശരി അനിൽ, എന്തായാലും ആളും ആരാധകരും ഒക്കെ ഒഴിഞ്ഞ ആ സ്റ്റേഡിയത്തിൽ മായന്നൂർക്കാരൻ മാധ്യമങ്ങൾക്കിടയിലെ ഏകാന്ത പതികനായി ഇന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പോൾ കയ്യിലുള്ള ഊർജ്ജമൊക്കെ സംഭരിച്ച് ഉള്ള ഊർജ്ജമൊക്കെ കുറച്ച് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനും കൊടുത്ത് എങ്ങനെയും അവരെ ഒന്ന് സമയം 5:30 2 മണിക്കൂറുകൂടിയുള്ള മത്സരത്തിന് എനിക്ക് കവിത വരുന്നു അത് കണ്ടിട്ടല്ലേ. അത് മാത്രമല്ല, ദർ ഇസ് എ സെയിങ്, നമ്മൾ സക്സസ് എന്ന് പറയുന്ന സാധനം സക്സസ്സിൽ എത്തുക എന്നുള്ളത് മാത്രമാണ് കഷ്ടപ്പാട് എന്ന നമ്മുടെ വിചാരം. പക്ഷെ അങ്ങനെയല്ല, അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ആ സക്സസ് നിലനിർത്തുക. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത്.